സന്തോഷമായി മോളെ. ഞാനൊക്കെ എന്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഭർത്താവാണ്. അപ്പോ ചില സമയത്ത് ഫുഡൊന്നും കൂടി ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു നല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബസ് വിട്ട് തന്നപ്പോ ഗവൺമെന്റിന് നല്ല നന്ദി പറയുന്നു. എനിക്ക് ആ 3000 രൂപ കൊണ്ട് എന്റെ കെട്ടിയവന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി വളരെ സന്തോഷമാണ്. ഇതുപോലെയുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു പുതിയ സൗജന്യ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് നിങ്ങൾ നേരിട്ട് കാണുന്നത്. 13 ലക്ഷത്തോളം സ്ത്രീകളാണ് ആദ്യത്തെ ദിവസം തന്നെ ഈ സൗജന്യ യാത്രാ പദ്ധതിയിൽ പങ്കാളികളായി ലാഭം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണക്ക് ശരിക്കും നോക്കണം. കുറ്റം പറയാൻ ഇഷ്ടം പോലെ കാരണങ്ങളുണ്ട്. സൂപ്പർ ഫാസ്റ്റിലില്ല, ഫാസ്റ്റിലില്ല. പിന്നെ ഇപ്പൊ തിരുവനന്തപുരം ഏരിയയിലാണെങ്കിൽ സിറ്റി ഫാസ്റ്റ് ബസ്സുകളിലില്ല. 11, 12, 13 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ദിവസേന ഈ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഇതിനെ കുറ്റം പറഞ്ഞാൽ അത് വെറും ഒരു സോഷ്യൽ മീഡിയയിലെ പ്രചരണമായി മാത്രമേ ജനങ്ങൾ കണക്കാക്കുകയുള്ളൂ. അതിന്റെ ശരിക്കുള്ള ഗുണവും ലാഭവും എല്ലാം അനുഭവിച്ചു തന്നെയാണ് സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ യാത്ര ചെയ്യുന്നത്.